guys, this is Jitin Devan from Excellent Trader. ഇപ്പോൾ സമയം 9:12. അടുത്തൊരു 3 മിനിറ്റിനുള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ആവും. ഇന്നത്തെ ഇൻട്രാഡേ സെഷനിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് ഞാൻ കുറച്ച് സ്റ്റോക്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ആസ് യൂഷ്വൽ മണപ്പുറം ഉണ്ട് ലിസ്റ്റിൽ, ഇൻഫ്രാടെൽ, ഇൻഡിഗോ ഇന്നലെ നല്ലൊരു മൂവ്മെൻറ്റ് തന്നുകൊണ്ട് ഇൻഡിഗോ ഞാൻ വെച്ചിട്ടുണ്ട്. ടി വി എസ് തിങ്കളാഴ്ച നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു, അതുകൊണ്ട് ടി വി എസ് ഉണ്ട്. ടാറ്റ മോട്ടോഴ്സ്, സൺഫാർമ, ITC ആൻഡ് IOC. ഇപ്പോൾ മാർക്കറ്റ് ജസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇൻഫ്രാടെൽ നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഇൻഡിഗോ ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പിന് ശേഷം മേലേക്കാണ് പോകുന്നത്. അപ്പം ഞാനിപ്പോൾ ആറോ ഫാർമയിലൊരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. നമ്മളൊരു ലോങ് പൊസിഷനാണ് എടുത്തത്. അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാല്യൂ ആണ് നമ്മൾ ബൈയിങ് പ്രൈസ്. അപ്പോൾ അവിടുന്ന് മേലോട്ടേക്ക് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഡയറക്ഷനിലേക്ക് തന്നെയാണ് പോകുന്നത്. ഞാൻ ഈ 5 മിനിറ്റ് മാറ്റി 1 മിനിറ്റ് ക്യാൻഡലിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ആറോ ഫാം ജസ്റ്റ് എക്സിറ്റ് ആയി. ഈ പോയിന്റ് താഴേക്ക് വരുന്നില്ല, ഒരു ഫീൽ ഇല്ലോണ്ടാണ് എക്സിറ്റ് ആയത്. നമ്മുടെ PNL എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് കാണിക്കാം. അപ്പോൾ നമ്മൾ PNL എന്ന് പറയുന്നത് 1150 ആണ് ഈ ഒരു ട്രേഡിൽ. അപ്പോൾ ഇതൊരു ക്വിക്ക് ട്രേഡ് ആയിരുന്നു. വിത്തിൻ ലൈക്ക് 2 മിനിറ്റ്സ് ആണ് നമ്മൾ ഈ പൈസ ഏൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ട്രേഡിലേക്ക് പോകാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ആറോ ഫാർമ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത ഒരു റൈറ്റ് പോയിന്റിൽ തന്നെയാണ്. നമ്മൾ എക്സിറ്റ് ചെയ്ത പോയിന്റിന് ശേഷം ആ താഴേക്ക് വന്ന് നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ട്രേഡ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അധികം ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. പെട്ടെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു 6.4 പോയിന്റ് കിട്ടുമ്പോൾ തന്നെ എക്സിറ്റ് ചെയ്യാം. ഇത്ര നല്ല ലേണിംഗ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ മണപ്പുറം ഷോർട്ട് ചെയ്തിട്ടുണ്ട്. താഴേക്ക് പോകുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ മണപ്പുറം ഞാൻ ജസ്റ്റ് എക്സിറ്റ് ചെയ്തു. ഇത് നമുക്ക് വേണ്ട ഒരു പ്രോഫിറ്റ് തന്നിട്ടുണ്ട് തോന്നുന്നു, അതുകൊണ്ട് ആ ഒരു സ്റ്റേജിൽ തന്നെ ഞാൻ എക്സിറ്റ് ചെയ്തു. പക്ഷെ നമുക്ക് എൻ്റെ PNL കാണിച്ചു തരാം. മണപ്പുറം നമ്മൾ എക്സിറ്റ് ചെയ്തിരിക്കുന്നത്, ഞാൻ ഉദ്ദേശിച്ച വാല്യൂ ഉണ്ടായിരുന്നില്ല, 674 എക്സിറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ കഴിക്കുന്നൊന്ന് കുറച്ചുകൂടി കിട്ടുമായിരുന്നു. കുഴപ്പമില്ല, എന്തായാലും നല്ലൊരു പ്രോഫിറ്റ് തന്നെയാണ്. നമുക്ക് അടുത്ത ട്രേഡിലേക്ക് പോവാം. ഞാൻ ജിന്ദാൽ സ്റ്റീൽ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷോർട്ട് ചെയ്ത വാല്യൂ എന്ന് പറഞ്ഞാൽ 130.85 ആണ്. 130.85. ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത് 132 ആണ്. പക്ഷെ ആ ഒരു വാല്യൂയിലേക്കൊന്നും പോകില്ലെന്ന് വിചാരിക്കാം. ടാർഗറ്റ് ഒരു 130 എത്തുമ്പോൾ തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇതും നേരത്തെ മണപ്പുറത്തിൻ്റെ കേസിൽ പറഞ്ഞ പോലെ വെരി ഷോർട്ട് ട്രേഡ്. ഞാനൊരു 500 rupees പ്രോഫിറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ ഇതിൻ്റെ അകത്ത് നിന്ന്. ഞാൻ ജിൻഡാൽ സ്റ്റീൽ ജസ്റ്റ് എക്സിറ്റ് ചെയ്തു. പ്രോഫിറ്റ് വാല്യൂ എത്രയാണെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം.
ഓക്കെ, നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1200 റുപ്പീസാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു 5% ഓഫ് മൈ ക്യാപിറ്റലാണ്. അത് ഈ ഒരു കേസിൽ ഓൾറെഡി മീറ്റ് ചെയ്തു. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഈ സെഷൻസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു സെഷൻ്റെ കോമൺ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒബ്വിയസ് ആയിട്ട് മൂവ് ചെയ്യുന്ന ട്രെൻഡിൽ കുറച്ച് ലാർജ് ക്വാണ്ടിറ്റി മേടിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട ആ ഒരു 4 പോയിന്റ് അല്ലെങ്കിൽ എത്രയാണ് നിങ്ങൾ പ്രോഫിറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പം തന്നെ എക്സിറ്റ് ചെയ്യാം. ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ടാണെങ്കിൽ ഇപ്പം 9:34 20 മിനിറ്റ്സ് മാത്രമേ സ്പെൻഡ് ചെയ്തുള്ളൂ ഇന്നത്തെ മാർക്കറ്റിൽ. അപ്പോൾ തന്നെ നമ്മൾ ടാർഗറ്റ് മീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ സേഫായിട്ട് ഈസി ആയിട്ട് എക്സിറ്റ് ചെയ്യുകയാണ്. ഇനി അടുത്ത ദിവസം ഇതേപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, നമുക്ക് ഇതേപോലെ ചെയ്യാം. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യം. എനിവേ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് ആ എക്സൽ ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ടെലിഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ബൈ.